എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മട്ടൻ കറിയാണ്. അപ്പോൾ മട്ടൻ നമ്മളിവിടെ അടുത്ത ഒരു കടയിൽ നിന്ന് മേടിച്ചു. 1 കിലോ മട്ടനാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ കാണാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല നെയ്യൊക്കെ ആയിട്ട് നല്ല മട്ടനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആദ്യമേ. അതിന് ശേഷമാണ് നമുക്ക് കറി വെക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം ഗാർലിക് പേസ്റ്റ്, ഞാനിട്ടത് ജിഞ്ചറാണ്. ഇതാണ് ഗാർലിക് പേസ്റ്റ്. ജിഞ്ചറും ഗാർലിക്കും ശകലം ചേർത്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറച്ച് മതി. കാരണം ബാക്കി നമുക്ക് അരിഞ്ഞ് ചേർക്കാനുള്ള സാധനങ്ങൾ നമ്മൾ സൈഡിൽ കാണാൻ പറ്റും, നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു ശകലം മീറ്റ് മസാല മിക്സ് ചെയ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ലേശം കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഹാഫ് ആൻ അവറിൽ 1 മണിക്കൂർ എടുത്ത് സൈഡിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് നേരത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ് വെക്കുക. അത് കഴിഞ്ഞ് നമുക്കിതെടുത്ത് കറി വെക്കാൻ പറ്റുന്നതായിരിക്കും. ഏകദേശം ഒരു 1 മണിക്കൂർ സമയമായിട്ടുണ്ട് നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീഫും കുറച്ച് പുതിന അതുപോലെ മിൻറ്റ് ലീഫും ഞാൻ ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 1 വിഷിലും മീഡിയം ഫ്ലെയിമിൽ 2 അല്ലെങ്കിൽ 3, അത് മട്ടൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വയ്ക്കാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പം. ഇതിങ്ങനെ ഇപ്പം നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു 4 വിഷിലടുപ്പിക്കാൻ പോവാണ്. നമുക്ക് മട്ടൺ വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചേർക്കാനുള്ള മസാല ഐറ്റങ്ങൾ അരിഞ്ഞ് റെഡിയാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 6 പീസ് വലിയ വെളുത്തുള്ളിയുടെ പീസുകളാണ്. ഒരു 7-8 പീസ് വെളുത്തുള്ളി കഷ്ണം നല്ല കുടന്നത് അരിഞ്ഞെടുക്കണം. 3 ഉള്ളി, പിന്നെ ഒരു പച്ചമുളകാണ്. ഇത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക. പച്ചമുളകൊന്ന് പൊളന്നാൽ മതി. അതുപോലെ ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞു കൊടുക്കുക. നമുക്ക് ഇപ്പം
നമ്മുടെ മട്ടൻ കറിക്ക് വേണ്ടിയുള്ള കുറച്ച് മസാല സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നമ്മുടെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഈ സാധനം ഇട്ട് കൊടുക്കണം. നമ്മുടെ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ഇളക്കി കൊടുക്കുക. നമുക്കിനി അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് വെക്കാം. നമ്മുടെ ഉള്ളിയും ബാക്കിയുള്ള ചേരുവകളൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഇല്ല, നമുക്കത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്, വേഗം ഈസി ആയിട്ടുണ്ടാകും. ഇതും കൂടെ വെന്ത് നമുക്ക് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഉള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കാര്യങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് വെക്കുക, സിമ്മിലേക്കാക്കി വെക്കുക. രണ്ടെന്താ ഗുണം, ഒന്ന് ഇല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഈ ആവി തോന്നിയിട്ട് വീഡിയോ ഒന്നും കാണില്ല, ബ്ലറായിട്ടിരിക്കും. പിന്നെ രണ്ടാമത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തീയിൽ വെച്ചിട്ട് മസാലപ്പൊടി ഇടുമ്പോഴേക്കും മസാലപ്പൊടി വേഗം കരിഞ്ഞു വരും. അപ്പം തീ എത്രയും കുറച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർക്കുന്നതനുസരിച്ച് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കളറും നല്ല ടേസ്റ്റായി കിട്ടും. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്, കാരണം കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത്. കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, കുറച്ച് പെപ്പറും ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ല ചൂടായി കിട്ടിയാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പച്ചക്കിടുമ്പോൾ ഒരു പച്ചത് വേണ്ട, നേരെ കറിയിലേക്ക് ചേർക്കുമ്പോൾ വേറെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കുക. അതിൻ്റെ മസാലയുടെ പച്ചവെച്ച് മാറിക്കിട്ട് നമ്മളെ കാർമാരൊക്കെ പണ്ട് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കാരണം അവർ വെച്ചിന് കഴിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മൾ അത് തന്നെ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വീട്ടിൽ എല്ലാവരും ചെയ്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും. വീടെടുക്കുന്നതാണെങ്കിൽ പറയുന്നത്. ഇപ്പോൾ മസാലയൊക്കെ നമ്മുടെ ഉള്ളിലേക്കും ബാക്കി ഭാഗത്തൊക്കെ പിടിച്ച് സെറ്റാകുന്നുണ്ട്. നല്ലോണം കഴിഞ്ഞിട്ട് തീ ചെറുതാക്കി വെച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് സാധനം ചേർത്ത് വെക്കാം. നമ്മൾ കുക്കർ വെച്ച മട്ടൺ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്.
അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള കാരണം നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം മട്ടൺ കഴിക്കാനായിട്ട് നമ്മൾ ബീഫ് കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറി കഴിക്കുക. അത്യാവശ്യം ഒരു മീഡിയം പീസുകളാക്കി എടുക്കുക. നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ചാറായിട്ട് വെക്കുന്നില്ല, ഒരു മീഡിയം വെള്ളത്തിൽ വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മുകളിൽ വെച്ചുകൊണ്ട് തിളപ്പിച്ചെടുക്കും. അപ്പം നമ്മുടെ അടിപൊളി മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റും. ഒത്തിരി ഗ്രേവി, ഒത്തിരി ചാറായിട്ട് വെച്ചിട്ടില്ല, മീഡിയം. നമുക്കൊരു അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിന് എന്തിനു വേണമെങ്കിലും ഇത് നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി, ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളി സാധനമാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീഫ് കട്ട് ചെയ്തത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു നല്ലൊരു ഫ്ലേവറാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ഫ്ലേവർ നിൽക്കും. അപ്പം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് വിളമ്പി കാണിക്കാം ഒരു പ്ലേറ്റിലേക്ക്. നല്ല അടിപൊളി കറി. എന്നിട്ട് കുറച്ച് ചാറ് ഇവനെ എടുത്ത് നമുക്ക് എന്തിൻ്റെ കൂടെ തേങ്ങയെടുത്ത് അടിക്കാം. ഇങ്ങനെ കറി ഉണ്ടാക്കി നിങ്ങൾ ആരെങ്കിലും കൊടുത്ത് അവരത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിൽ തലക്കടിച്ച് കൊന്നേരെ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, എങ്ങനെയും ചെയ്തേക്കല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി.